നടൻ മോഹൻലാൽ UDF സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ യുദ്ധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് നല്ലത് ചെയ്യുന്നവർക്കൊപ്പം നാട് നിൽക്കും എന്നത് രമേശ് ചെന്നിത്തലയിലൂടെ ആദ്യമാസം തന്നെ തെളിയിച്ചിരിക്കുകയാണ് VD സതീശൻ സർക്കാർ. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത് ഇന്ന് 1 മാസം തികയുകയാണ്. വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോഴാണ് അതിന് കാരണക്കാരനായ പിണറായി വിജയനെയും സർക്കാരിനെയും തോൽപ്പിച്ച് UDF അധികാരം പിടിച്ചെടുക്കുന്നത്. അതിൽ കടവും സാമ്പത്തിക ഞെരുക്കവും അഴിമതിയുമെല്ലാം അതിശക്തമായ വെല്ലുവിളികളായിട്ടുണ്ടായിരുന്നുവെങ്കിലും കേരളത്തെ കാർന്നു തിന്നുന്ന ലഹരി തന്നെയായിരുന്നു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി നിലനിന്നിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ച പിണറായി വിജയനും സംഘവും ഈ ലഹരി മാഫിയയ്ക്കെതിരെ ഒരക്ഷരം മിണ്ടിയില്ല എന്ന് മാത്രമല്ല, അതിവിടെ വ്യാപകമാക്കാൻ മൗനസമ്മതം നൽകി എന്ന് തന്നെ പറയാം. അല്ലെങ്കിലും ബോധം നശിച്ചവരാണ് CPMൻ്റെ ശക്തി എന്ന് പലരും പറയുന്നത് പോലെയുള്ള ഒരു കേരളത്തെ സൃഷ്ടിക്കാനാണ് അവർ ശ്രമിച്ചത് എന്ന് പറയേണ്ടി വരും. വിദ്യാലയ കാലഘട്ടത്തിൽ തന്നെ ലഹരിക്കടിമകളാകുന്ന തലമുറയെയാണ് പിണറായി വിജയൻ സർക്കാർ ഈ 10 വർഷം കൊണ്ട് വാർത്തെടുത്തത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ജന്മം തന്നതൊരു കുറ്റമായി കണ്ട് സ്വന്തം അമ്മയെ വെട്ടിക്കൊന്ന ഒരു മകൻ്റെ നാടായി കേരളം മാറിയത് വലിയ അമ്പരപ്പോടെയല്ലാതെ നോക്കി നിൽക്കാൻ മലയാളികൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിനൊരു പരിഹാരം കാണാതെ ഇനി എന്ത് വിപ്ലവം നടത്തിയിട്ടും കാര്യമില്ല എന്ന് പ്രഖ്യാപിച്ച UDF സർക്കാരിന് അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുന്ന രമേശ് ചെന്നിത്തല എന്നൊരു ആഭ്യന്തരമന്ത്രിയെ തന്നെ കിട്ടിയത് ഒരു മഹാഭാഗ്യമായി തന്നെ കാണുകയാണ്. അതോടെയാണ് ലഹരി വിമുക്ത കേരളം ലക്ഷ്യമിട്ടുകൊണ്ട് ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കേരള പോലീസ് നയിക്കുന്ന പ്രത്യേക ദൗത്യമായ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന് അതിശക്തമായി വീണ്ടും തുടക്കം കുറിച്ചത്. അതോടെ കേരളം ഇന്നുവരെ കാണാത്ത തരത്തിൽ കലവറയില്ലാത്ത പിന്തുണയാണ് സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം മുഴുവൻ ഏറ്റെടുത്ത ഒരു കർമ്മ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മലയാളത്തിൻ്റെ പ്രിയതാരം മോഹൻലാൽ കൂടി രംഗത്ത് വന്നിരിക്കുന്നു. വെറുമൊരു പിന്തുണയല്ല അത്, തൻ്റെ സ്വന്തം ഒരു ഉദ്യമം പോലെ തന്നെ മലയാളികളുടെ ലാലേട്ടൻ ഈ തൂഫാൻ പദ്ധതിക്കൊരു കൊടുങ്കാറ്റായി മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പുസ്തകം പിടിക്കേണ്ടുന്ന കൈകളിൽ MDMAയും സ്റ്റാമ്പും വെച്ചു കൊടുക്കുന്ന മയക്കുമരുന്ന് മാഫിയകളെ അവരുടെ വേരെറുക്കാൻ രമേശ് ചെന്നിത്തലയോടൊപ്പം മോഹൻലാൽ അണിനിരന്നതോടെ സംഭവത്തിൻ്റെ റേഞ്ച് തന്നെ ഒന്ന് മാറി. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിനധിഗംഭീരമായ പിന്തുണ ലഭിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുമായും ഓപ്പറേഷൻ തൂഫാൻ്റെ നോഡൽ ഓഫീസറായ IG പുട്ട വിമലാദിത്യയുമായും മോഹൻലാൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളെയും പങ്കാളികളാക്കുന്ന ഒരു ജനകീയ മുന്നേറ്റമെന്നാണ് ഓപ്പറേഷൻ തൂഫാനെ മോഹൻലാൽ വിശേഷിപ്പിച്ചത്. ഇനി മുതൽ ഓപ്പറേഷൻ തൂഫാൻ്റെ പ്രചരണത്തിന് മോഹൻലാലും മുൻനിരയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി തൂഫാൻ വാരിയർ ബാഡ്ജ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മോഹൻലാലിന് സമ്മാനിച്ചിരിക്കുന്നു. ഐ ആം എ തൂഫാൻ വാരിയർ എന്ന ബാഡ്ജാണ് സമ്മാനിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഓപ്പറേഷൻ തൂഫാൻ നേടിയ വിജയം അതിഗംഭീരമാണ്. 10 കോടിയിലധികം വരുന്ന നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടിയെന്നും ആകെ 2778 പേർ ഇതിൽ അറസ്റ്റിലായെന്നും കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. കൂടാതെ 1.5 കിലോ MDMA, 146 കിലോ കഞ്ചാവ്, 46 ഗ്രാം ഹാഷിഷ് ഓയിൽ എന്നിങ്ങനെ പിടികൂടിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുമ്പോൾ മോഹൻലാലിന് എന്നല്ല, ഈ കിടിലൻ കുതിച്ചുചാട്ടത്തിന് ഓരോ മലയാളിയും ഒപ്പം ചേരുക തന്നെ ചെയ്യും. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇത് ഞങ്ങളൊരു ആരംഭശൂരത്വം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് ഫോളോ അപ്പ് വേണം. കേരള പോലീസിന്റെ ഒരു വിഗറസ് ആക്ടിവിറ്റി ആയിട്ട് ഇത് മാറ്റുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ നിരോധിത പിന്നെ ഡ്രഗ്സ്. അപ്പൊ അത് തടയാൻ പോലീസ് തന്നെ സജീവമായി നിലപാടാണ്. എല്ലാവരും സേവിക്കണം. അതിനകത്ത് രാഷ്ട്രീയമില്ല, എല്ലാവരും സേവിക്കും. ആചാരം, സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ
ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സാർ ഇംപ്ലിമെന്റ് ചെയ്ത് തന്നെ അങ്ങയുടെ മന്ത്രിസഭയ്ക്കും വളരെയധികം നന്ദി പറയാം. ഒരുപാട് കുടുംബങ്ങളെ രക്ഷിക്കാം, സ്കൂൾ കുട്ടികളെ രക്ഷിക്കാം. നാർക്കോട്ടിക് ബിസിനസ് വളരെ വലിയൊരു അതിൽ ഒരു വർഷമായിട്ട് ഞങ്ങള് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആയിട്ട് എന്റെ ഫാദറിന്റെ മദറിന്റെ പേരുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ ഒരുപാട് പ്രോജക്ട്സ് ചെയ്തു. നമുക്ക് തന്നെ ഒരു 10-14 കുട്ടികൾ ഞങ്ങളോട് തന്നെ വന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പറയാൻ പറ്റുന്നില്ല ഇൻട്രസ്റ്റ് വന്നു. അപ്പൊ അതിന്റെ ഒരു സ്പാർക്കാണ് ഇതിന് സ്പാർക്ക് ഇത് തൂഫാനായിട്ട് മാറട്ടെ. ഇത് ഞങ്ങൾ ചെയ്തിരിക്കുന്ന എപ്പോഴെങ്കിലും അങ്ങ് സേ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഞങ്ങൾ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റാണ്. എപ്പോഴെങ്കിലും അപ്പൊ തീർച്ചയായും അതിനകത്തൊരു ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട് കേരള പോലീസുമായിട്ട് ചേർന്നിട്ട് എന്ത് രീതിയിലുള്ള പിന്നെ സഹായം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ ആ വാചകം തന്നെ എല്ലാവരും ഇപ്പൊ ഞങ്ങൾ എല്ലാ സ്കൂളുകളിലേക്കും എത്തുകയാണ്, അതുപോലെ കോളേജുകളിലേക്ക് എത്തും, ഹോസ്റ്റലുകളിലേക്ക് എത്തും. എല്ലാ സ്ഥലങ്ങളിലും ഇത് പോലീസ് മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുകയാണ്. തുഫാൻ വാരിയേഴ്സ് എല്ലായിടത്തും ഉണ്ടാകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിന്റെ കോർഡിനേറ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ പുട്ട വിമലാദിത്യ. So all the best, sir. It's a great movement. With all your support, actually, we should be able to take it forward to entire place, not only in Kerala, entire region, so that it can be taken out from the roots. ഇത് സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ DGPമാരും കൂടി യോഗം വിളിക്കും. IB, കസ്റ്റംസ്, പിന്നെ എയർഫോഴ്സ്, CRPF, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, മാരിടൈം, ഇതെല്ലാം കൂടി ചേർന്ന ഒരു യോഗമുണ്ട്. അത് ഇത് കംപ്ലീറ്റ് ആയിട്ട് കേരളത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ളൊരു പദ്ധതിയാണിത്. ഏറ്റവും കൂടുതൽ ട്രെയിനിലൂടെ വരുന്നത് അല്ലേ? ട്രെയിനാണ് ഏറ്റവും കൂടുതൽ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന ട്രെയിനുകൾ. അപ്പം അങ്ങനെയുള്ള അതിനെ കംപ്ലീറ്റ് ഇല്ലാതാക്കാനുള്ള പരിപാടികളാണ്. ഒരു ഇന്റർ ഏജൻസി, ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ, ഇന്റർ സ്റ്റേറ്റ്, ഇന്റർനാഷണൽ കോഓപ്പറേഷനോടുകൂടി നമ്മുടെ ഒരു കോംപ്രഹെൻസീവ് പദ്ധതി. ഹൈ ടൈം ടു ഡു ഇറ്റ് ഓൾസോ. അതെ അതെ, അത് ഇനിയും കൈവിട്ടു പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരിക്കൽ കൂടെ സാർ പുതിയ മിനിസ്ട്രിക്കും അങ്ങേക്കും സ്പെഷ്യൽ താങ്ക്സ്, ഈവൻ പോലീസിനും. കാര്യം ഇതൊരു വലിയ മൂവ്മെന്റ് ആണ്. അങ്ങ് പറഞ്ഞ പോലെ ഇത് ഞങ്ങളൊരു ആരംഭ ശൂരത്വം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് ഫോളോ അപ്പ് വേണം. കേരള പോലീസിന്റെ ഒരു വിഗറസ് ആക്ടിവിറ്റി ആയിട്ട് ഇത് മാറ്റുക. എന്നത്തെയും നിത്യഹരിത നായകനായ മോഹൻലാൽ ഞങ്ങളുടെ ഒരു തൂഫാൻ വാരിയർ ആകണം. ഞാൻ ഓൾറെഡി ആണല്ലോ സാർ, പിന്നെ തീർച്ചയായിട്ടും. താങ്ക് യു. ഡെഫിനറ്റ്ലി. From the heart, I'm also a Tufan warrior.